ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അച്ഛനും അമ്മയൊക്കെ ആയി, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു വിവാഹപ്രായം എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ പെൺകുട്ടികളെ നമ്മൾ വിവാഹം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ആൺമക്കൾക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് നമ്മൾ ആ വീട്ടിൽ പോയിട്ട് അധികാരം കാണിക്കാനോ, അല്ലെങ്കിൽ പെൺകുട്ടികളെ നമ്മൾ നമ്മുടെ മക്കൾ പെൺമക്കളാണെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഫോൺ ചെയ്ത് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് കൊടുക്കാനോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് ആ ഒരു കുടുംബം ശിഥിലമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തിക്കലോ നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ പലരെയും അങ്ങനെ കണ്ടിട്ടുണ്ട്. വിവാഹം ചെയ്തു കൊടുത്ത പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട്ടിൽ ആരുമായിട്ടും ഒരു ബന്ധമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ആരോടും സംസാരിക്കാതെ പെൺകുട്ടിയുടെ റൂം എവിടെ വെച്ചാൽ ആ റൂമിൽ പോയിട്ട് ഇരിക്കുക, അതുപോലെ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഈ അമ്മ ചെന്ന് കഴിഞ്ഞാൽ മകളെ വിളിച്ച് റൂമിലേക്ക് വിളിച്ച് കയറ്റി ഇരുത്തിയിട്ട് സംസാരിക്കുക. 1-2 മണിക്കൂറുകളോളം സംസാരിച്ചതിന് ശേഷം വരിക, വന്നിട്ട് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ആ വീട്ടിലെ, അതായത് മരുമകൻ്റെ അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിക്കുക, ചായ കുടിക്കാൻ വിളിക്കുകയൊക്കെ ചെയ്താലും എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോവുക. അപ്പോൾ ആ രീതിയിലൊന്നും പ്രവർത്തിക്കരുത് കേട്ടോ. തിരിച്ച് നമ്മുടെ പെൺമക്കളേനെ നമ്മുടെ മക്കളേനെ വല്ലാതെ അവർ ഉപദ്രവിക്കുന്ന വീട്ടുകാരൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനെ പെരുമാറിയെന്ന് വരാം, ഇല്ല എന്ന് ഞാൻ പറയണില്ല. അല്ലാതെ മകളിവിടെ സന്തോഷമായിട്ട് കഴിയാച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കുടുംബജീവിതത്തിൽ തന്നെയാണ് പ്രശ്നം വരിക കേട്ടോ. അപ്പോൾ നമ്മളായിട്ട് ചെന്നിട്ട് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയാണ്. പിന്നെ വിവാഹം ചെയ്ത് കൊടുത്ത പെൺകുട്ടീനെ നമ്മൾ ഏത് സമയം വിളിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും വിളിച്ചിട്ട് പറയുക അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ, അത് വേണ്ട, പണിയെടുക്കണ്ട, നീ നിൻ്റെ കാര്യം നോക്കിയിട്ടിരുന്നോ, നിൻ്റെ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ നിൻ്റെ കൈകളൊക്കെ നാശാവും, അപ്പോൾ പാത്രങ്ങൾ കഴുകരുത്, അടിക്കണ്ട, തുടയ്ക്കണ്ട, ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ പെൺമക്കളുടെ ജീവിതം താറുമാറാക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ജീവിതം താറുമാറാക്കുന്ന അമ്മമാരാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ മകളുടെ കൂടെ വന്നിട്ട് ആ വീട്ടിൽ ആരോടും, മകളുടെ വീട്ടിലേക്ക് വന്നിട്ട് ആ വീട്ടിൽ ആരോടും ഒന്നും മിണ്ടാതെ ആ വീട്ടിൽ 2-3 ദിവസമൊക്കെ നിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്കൊരു നാണക്കേടൊന്നും അതിൽ തോന്നില്ല കേട്ടോ. നമ്മളങ്ങനെ മറ്റൊരു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ അവരോടൊന്നും സംസാരിക്കാതെ നമ്മളിങ്ങനെ നിൽക്കുക എന്നുള്ളത് അങ്ങനെ തോന്നലൊന്നും അവർക്കില്ല കേട്ടോ. നമ്മൾ അവിടെ പോയിട്ട് നമ്മളായിട്ട് വഴക്കുണ്ടാക്കാനോ, അല്ലെങ്കിൽ നമ്മൾ കാരണം ആ വീട്ടിൽ വഴക്കോ ഒക്കെ ഉണ്ടാക്കാനോ നമ്മൾ ശ്രമിക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ വീട്ടിൽ അവർ സ്വതന്ത്രമായിട്ട് ആ വീടുമായിട്ട് വീട്ടിലെ അംഗങ്ങളുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിച്ച് പോകുന്ന സമ്പ്രദായമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവരേനെ എപ്പോഴും ഉപദേശിച്ചുകൊണ്ട് ആ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരുത്തുക. കാരണം നീ നിൻ്റെ ഭർത്താവും ഒറ്റയ്ക്ക് ജീവിക്കുക, നീ നിൻ്റെ ഭർത്താവിൻ്റെ ശമ്പളം നീ തന്നെ വാങ്ങിക്കുക, നിൻ്റെ ഭർത്താവിൻ്റെ ശമ്പളം നീ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചിലവാക്കിക്കരുത്, ചിലവാക്കണതിനൊക്കെ കണക്ക് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആ കുടുംബം സന്തോഷമായിട്ട് പോണ കുടുംബം അവിടെ എന്നും പ്രശ്നങ്ങളായിട്ട് മാറും. അപ്പോൾ നമ്മുടെ പെൺമക്കളെ വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ അന്വേഷിക്കണ്ട എന്നല്ല പറയുന്നത്, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയൊക്കെ വേണം. അതുപോലെ തന്നെ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളതിന് നിവൃത്തിമാർഗം കാണുകയും വേണം. അല്ലാതെ നമ്മളൊരു കുടുംബം നശിപ്പിക്കാനായിട്ടല്ല പെരുമാറേണ്ടത് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മക്കളെ നമ്മുടെ വീട്ടിലത്തെ പെൺമക്കളെ പോലെ തന്നെ കരുതിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വന്ന പെൺകുട്ടി എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ പെരുമാറാതെ നമ്മുടെ മകൻ്റെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികളുടെ അമ്മ എന്ന രീതിയിലൊക്കെ സ്നേഹിച്ച് കൊണ്ട് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അവരും പുറത്തേക്ക് പോകുന്ന സമയത്ത് എവിടേക്കാണ് എന്തിനാന്ന് ചോദിക്കാതെ അതുപോലെ അവരുടേതായ സ്വതന്ത്രമായ ജീവിതം ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുക. നമ്മുടെ പെൺമക്കൾക്ക് എങ്ങനെയാണോ നന്നായിട്ട് ജീവിക്കണം നമ്മൾ ചിന്തിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ മകനും വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ നന്നായി ജീവിക്കാനായിട്ട് തന്നെ നമ്മളും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്തിനും ഏതിനും അരുതെന്ന് പറയാതെ, അല്ലെങ്കിൽ വീട്ടിൽ ഒരു സ്ഥാനം ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ നീ വന്നവളാണ് നിനക്ക് ഇവിടെ ഒന്നും അറിയില്ല എന്നുള്ള പോലെ പെരുമാറാതെ, ആ കുട്ടി നമ്മുടെ വീട്ടിൽ സ്ഥിരമായി നിൽക്കേണ്ട കുട്ടിയാണ്, അപ്പോൾ ആ കുട്ടി അതുപോലെ തന്നെ പെരുമാറട്ടെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് ചിന്തിച്ചിട്ട് തന്നെ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെയൊക്കെ പെരുമാറിയാലും ചിലപ്പോൾ വന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അതനുസരിച്ച് പെരുമാറാൻ അറിയില്ല, അല്ലെങ്കിൽ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെൺകുട്ടികൾ ഉണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മൾ പെരുമാറേണ്ട, അതായത് അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ.
അപ്പോൾ നമ്മൾ ആൺകുട്ടികളാണെങ്കിലും നമ്മുടെ പെൺകുട്ടികളാണെങ്കിലും രണ്ട് കൂട്ടരുടെയും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇടയിൽ കടന്നിട്ട് അവരെ അങ്ങനെ അവരുടെ ഇടയിൽ കടന്ന് നമ്മൾ പ്രവർത്തിക്കാതെ, അല്ലെങ്കിൽ എന്തും ഏതും എപ്പോഴും എപ്പോഴും അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ അവരുടെ ജീവിതം നമ്മൾ താറുമാറാക്കാതെ അവരെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ടും അവരുടെ ജീവിതം നല്ല സുഗമമായി പോകാനും സന്തോഷം സമാധാനമായിട്ട് പോകാനും വേണമെന്നുണ്ടെങ്കിൽ നമ്മളും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പെൺകുട്ടികളെയും വിവാഹ ജീവിതം ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ, എല്ലായ്പ്പോഴും അല്ല ഞാൻ പറയുന്നത്, ചില സമയങ്ങളിലൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതുപോലെ അമ്മമാർ പെരുമാറുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അമ്മമാർ പെരുമാറുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും വിളിച്ച് എപ്പോഴും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഉപദേശിക്കലാവുമ്പോൾ കുറേ കഴിയുമ്പോൾ ഈ ഉപദേശങ്ങൾ കേട്ടിട്ട് ചിലപ്പോൾ ഈ പെൺകുട്ടിക്ക് ചില മാറ്റങ്ങൾ കാണും. അങ്ങനെ കുടുംബത്തിൽ വഴക്കൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഇതുവരെ എൻ്റെ മകൻ്റെ കാര്യങ്ങൾ ഞാനാ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇനി നീ അതിലൊന്നും ചെയ്യേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന രീതിയിൽ പ്രവർത്തിച്ചാലും അത് ബുദ്ധിമുട്ടാവും. അപ്പം മകൻ്റെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ജീവിക്കട്ടെ എന്നേ. അപ്പോൾ ആ മകൻ്റെ കാര്യങ്ങളൊക്കെ മകൻ്റെ ഭാര്യയോട് നോക്കാനായിട്ട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അവർ പുറത്ത് പോകുമ്പോൾ പലപ്പോഴും നമ്മളതിനെയൊക്കെ വിളിക്കും. അപ്പം നമ്മൾ പോവാം, എപ്പോഴെങ്കിലുമൊക്കെ പോവാൻ വേണ്ടെന്ന് പറയണില്ല, എല്ലായ്പ്പോഴും കൂടെ അങ്ങനെ പോകണ്ട. അതുപോലെ തന്നെ അവരെപ്പോഴും എന്തിനാ പോണേ, എന്തിനാ പണം ചിലവാക്കണത്, എന്തിനാ സാധനങ്ങൾ വാങ്ങിച്ചത്, അങ്ങനെയൊന്നും നമ്മൾ ഇടയിൽ കടന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ എത്രമാത്രം മരുമക്കളെ കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ മക്കൾ അവർക്ക് നമ്മുടെ മുന്നിലും ഭാര്യയുടെ മുന്നിലും നിന്ന്, അതായത് രണ്ടുപേരുടെ കൂട്ടരുടെ ഇടയിൽ നിന്നിട്ട് ബുദ്ധിമുട്ടാവും. അങ്ങനെ അവർ പ്രശ്നങ്ങളായിട്ട് മാറും. അപ്പോൾ അല്ല നമ്മൾ ഏത് നേരം ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് മാറി താമസിക്കാനൊക്കെ ഇടവരും. അപ്പോൾ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിവുള്ള അച്ഛനമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാമ്പത്തികം കൊണ്ട് മാത്രമല്ല ശാരീരികമായിട്ട് അവർക്ക് വഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മക്കൾ വേറെ താമസിച്ചോട്ടെ, അതുതന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ വഴക്കുകളില്ലാതെ നന്നായിട്ട് കുടുംബം നന്നായി പോകാനും അതിന് സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. എന്നാലും ആദ്യത്തെ പോലെയല്ല, പണ്ടത്തെ പോലെയൊന്നല്ല. എല്ലാവരും ഫ്രീ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടി പെരുമാറുന്ന മദർ ഇൻ ലോസിനെയും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ പെരുമാറി ജീവിക്കുമ്പോൾ തന്നെ കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാവും. പിന്നെ എത്രയൊക്കെയാണെങ്കിലും നമ്മൾ പ്രസവിച്ച പെൺമക്കളാണെങ്കിലും നമ്മുടെ ആൺമക്കൾക്ക് കൊണ്ടുവന്ന മരുമക്കളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒത്തുപോകാനായിട്ട് നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. കാരണം ഒരമ്മ പെറ്റ മക്കളുടെ തന്നെ പല സ്വഭാവമല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് വന്ന പെൺകുട്ടിയാണെങ്കിലും നമ്മുടെ വീട്ടിലെ നമ്മുടെ മകളാണെങ്കിലും സ്വഭാവങ്ങൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞതാവില്ല അവർ ചെയ്യുക. അല്ലെങ്കിൽ പലരും പല രീതിയിലല്ലേ പെരുമാറുക, ബഹുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെ പെരുമാറുമ്പോഴും വഴക്കുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതെല്ലാം മനസ്സിലാക്കിയിട്ട് പരസ്പരം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെയാണ് കുടുംബ ബന്ധങ്ങൾ നന്നായി പോകാനായിട്ട് കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഭാര്യയും ഭർത്താവാണെങ്കിലും അതുപോലെ തന്നെ ആ വീട്ടിലെ അമ്മയും അച്ഛനൊക്കെ ആണെന്നുണ്ടെങ്കിലും മരുമക്കളോടാണെങ്കിലും മരുമക്കൾ തിരിച്ചും അങ്ങനെ നല്ല രീതിയിൽ പെരുമാറിയ മാത്രമാണ് ഒരു കുടുംബം നന്നായിട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും എന്ത് കണ്ടാലും കുറ്റങ്ങൾ മാത്രം പറയുക, അല്ലെങ്കിൽ അമ്മായിമ്മ അല്ലെങ്കിൽ അമ്മായച്ചനെ കണ്ണിൽ കാണാൻ ഇഷ്ടമില്ലാതെ എപ്പോഴും ഭർത്താവിനോട് കുറ്റങ്ങൾ മാത്രം പറഞ്ഞ് അവസാനം ആ മകനും അതുപോലെ തന്നെ എൻ്റെ ഭാര്യ പറയുന്നത് ശരിയാണെന്ന രീതിയിൽ പെരുമാറുമ്പോൾ അപ്പോൾ അപ്പോഴും കുടുംബത്ത് കലഹങ്ങൾ ഉണ്ടാവും കേട്ടോ. കുടുംബ ബന്ധം നന്നായിട്ട് പോകണമെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക വേണം കേട്ടോ. പിന്നെ ചിലർക്ക്, അത് നമ്മുടെ പെൺമക്കളായിക്കോട്ടെ അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ മരുമക്കളായിക്കോട്ടെ, ആര് പറയുന്നതും കേൾക്കാൻ അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് ആരാണെങ്കിലും അവർക്ക് ഇഷ്ടാവില്ല. അപ്പം നമ്മൾ അവർക്ക് നല്ലതിന് ആയിരിക്കും പറയുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടാവില്ല. അപ്പോൾ നമ്മൾ നിയന്ത്രിക്കുന്ന പോലെ അല്ലെങ്കിൽ അവർക്കെല്ലാ വിവരമുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് അറിയാം എന്ന രീതിയിൽ പെരുമാറുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുടുംബത്തിൽ വഴക്കുണ്ടാവാനും അല്ലെങ്കിൽ ചെറുതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെയാണ് നമുക്ക് കുടുംബം മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ആരും പെർഫെക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ടൊന്നും ആരും ചെയ്യില്ല. അതിപ്പോൾ മദർ ഇൻ ലോസ് ആണെങ്കിലും മരുമക്കളാണെങ്കിലും ആരും പെർഫെക്റ്റായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. മനുഷ്യരല്ലേ, തെറ്റ് പറ്റാത്തവരുണ്ടാവില്ല. അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. എനിക്കിഷ്ടമുള്ളതാവില്ല വേറൊരാൾക്ക് ഇഷ്ടമാവുക. അപ്പോൾ അങ്ങനെ ആ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായ തീരുമാനങ്ങളും പല രീതിയിലായിരിക്കും അല്ലേ. അപ്പോൾ ആ തീരുമാനങ്ങളിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമാണ് കുടുംബത്ത് കലഹങ്ങളില്ലാതെ നന്നായി പോവാനായിട്ട് സ്മൂത്തായിട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറ്റുള്ളൂ കേട്ടോ.
പിന്നെ നമ്മൾ അമ്മമാർ മക്കൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ അവർക്ക് വേണ്ട രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മരുമക്കളാണെങ്കിലും ഒപ്പം അമ്മമാരുടെ കൂട്ടത്തിൽ കൂടാനായിട്ടും പണികൾ ചെയ്തില്ലെങ്കിലും അവരുടെ കൂട്ടത്തിൽ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ആകുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കില്ല. മാത്രമല്ല അവർക്കൊക്കെ മൊബൈൽ നോക്കിയിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ പല രീതിയിലും പല ഇഷ്ടങ്ങളും അവർക്ക് സ്വതന്ത്രമായിട്ട് ചിലപ്പോൾ അവരവരുടെ വീട്ടിൽ അങ്ങനെ ആവില്ല ജീവിച്ചിട്ടുണ്ടാവുക. പക്ഷെ വന്ന വീട്ടിൽ അവരങ്ങനെയല്ല. അവർക്ക് എന്തിനും താങ്ങും തണലായിട്ട് ഭർത്താവ് കൂടെ ഉണ്ട്, എന്തും ചെയ്യാനുള്ള സപ്പോർട്ടിനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പെരുമാറുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അപ്പോൾ അത് ആ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ അത് ഭർത്താക്കന്മാരും അതായത് നമ്മുടെ മക്കളാണെങ്കിൽ പോലും അവരത് ശ്രദ്ധിക്കണം. കാരണം എൻ്റെ അമ്മയാണ് ഈ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അമ്മേനെ ഹെൽപ്പ് ചെയ്യേണ്ട ചുമതല എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഞാനും കൂടെ കൂടാം എന്ന രീതിയിൽ പെരുമാറണം കേട്ടോ. അപ്പോൾ അങ്ങനെ പെരുമാറിയതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് ഒരു കുടുംബത്തിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പല രീതിയിലും അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പല നമ്മൾ പലരും പല രീതിയിലല്ലേ പെരുമാറുക. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ പോയ ഇപ്പോൾ എനിക്കിഷ്ടമുള്ള പോലെ തന്നെ പെരുമാറിക്കൊള്ളുന്നില്ല മറ്റൊരാൾ. അപ്പോൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ പറ്റുള്ളൂ. പിന്നെ എന്തിനും ഏതിനും നമ്മൾ ചോദിച്ചു കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അതൊരു നാണക്കേടായിട്ട് ചിന്തിക്കേണ്ട. എപ്പോഴും മുതിർന്നവർ തന്നെയാണ്. അപ്പോൾ അവരെ ബഹുമാനിച്ച് അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ച് ചെയ്യുന്നത് കൊണ്ട് അത് നാണക്കേടായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ മരുമക്കളാണെങ്കിലും നമ്മുടെ പെൺമക്കളാണെങ്കിലും അവരെക്കാളൊക്കെ എത്രയോ ജീവിതം കണ്ടവരാണ് മുതിർന്നവർ, അച്ഛനമ്മമാർ. അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.